വീക്കാൻ മീഡിയയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായ ഡോക്ടർ അംബേദ്കറിന്റെ വിശേഷങ്ങളും PSC പലതവണ ആവർത്തിച്ച ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ട് എങ്കിൽ വീക്കാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നല്ല മുഖമായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും തിളങ്ങുന്ന മുഖമായിട്ടുള്ള ഡോക്ടർ അംബേദ്കറുടെ വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1891 മധ്യപ്രദേശിലെ മോവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അംബേദ്കർ ജനിക്കുന്നത്. മറക്കരുത്, 1891 മധ്യപ്രദേശിലെ മോവ് എന്ന് പറയുന്ന സ്ഥലത്ത്. ആ സ്ഥലം പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരായതുകൊണ്ട് മോവ് എന്ന് ഓർത്തിരിക്കുക. മോവ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർക്കുക. അപ്പൊ 1891 മധ്യപ്രദേശിലെ മോവിലാണ് ഡോക്ടർ അംബേദ്കർ ജനിക്കുന്നത്. ഭീമറാവു അംബ വടേത്കർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല പേര്. മറക്കരുത്, ഭീമറാവു അംബ വടേത്കർ എന്നായിരുന്നു അംബേദ്കറിന്റെ ആദ്യകാല പേരെങ്കിൽ അദ്ദേഹത്തെ ബാബാ സാഹിബ് എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ വിളിച്ചിരുന്നത്. മറക്കരുത്, അനുയായികൾ വിളിച്ചിരുന്നത് ബാബാ സാഹിബ് എന്നാണ്. ചരിത്രത്തിന് മറക്കുവാൻ കഴിയാത്ത മനുഷ്യൻ എന്നാണ് ഗാന്ധിജി അംബേദ്കറെ വിശേഷിപ്പിച്ചത്. അപ്പൊ 3 പേരുകൾ അദ്ദേഹത്തിനുണ്ട്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് 3 വിശേഷണങ്ങൾ. ഒന്ന്, ആദ്യകാല പേര് ഭീമറാവു അംബ വടേത്കർ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അനുയായികൾ വിളിച്ചിരുന്നത് ബാബാ സാഹിബ് എന്നാണ്. എന്നാൽ ചരിത്രത്തിന് മറക്കുവാൻ കഴിയാത്ത മനുഷ്യൻ എന്നാണ് ഗാന്ധിജി അംബേദ്കറെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ആധുനിക മനു എന്നീ വിശേഷണങ്ങളുള്ളത് ഡോക്ടർ അംബേദ്കറാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നും ആധുനിക മനു എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി കൂടിയാണ് ഡോക്ടർ അംബേദ്കർ. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ അധികാരത്തിലെത്തിയ ആദ്യത്തെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ നെഹ്റു മന്ത്രിസഭയിലെ നിയമമന്ത്രി കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലേബർ മെമ്പറായിരുന്ന ഭാരതീയൻ കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. അപ്പോൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലെ ലേബർ മെമ്പർ കൂടിയായിരുന്നു ആര്? ഡോക്ടർ അംബേദ്കർ. ഭരണഘടന രൂപീകരിക്കുന്നതിനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. അപ്പൊ 1946 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഭരണഘടന നിർമ്മിക്കുവാൻ വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്. ഈ ഭരണഘടന നിർമ്മിക്കുന്നതിനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. അംബേദ്കറിന്റെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു അയിത്ത ജാതി ഉണ്ടായിരുന്നു, മെഹർ. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ അടുത്തിടെയായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അംബേദ്കറിന്റെ പ്രവർത്തന ഫലമായി ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട അയിത്ത ജാതി ഏതാണെന്ന് ചോദിച്ചാൽ മെഹറാണ്. അതുകൊണ്ട് തന്നെ മെഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിലാണ് ഡോക്ടർ അംബേദ്കറിനെ അറിയപ്പെടുന്നത്. അപ്പൊ മെഹർ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ജാതി വ്യവസ്ഥയെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ മനുസ്മൃതി കത്തിച്ച വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. അപ്പൊ മനുസ്മൃതി കത്തിച്ച വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് ഡോക്ടർ അംബേദ്കർ ഓപ്ഷനിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കറപ്പിച്ചോളുക. ഡോക്ടർ അംബേദ്കർ ആണ്. ജാതി വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്തു, പിന്തുണച്ചു എന്നതിന്റെ പേരിലാണ് അദ്ദേഹം മനുസ്മൃതി കത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ 1930, 31, 32 കാലഘട്ടങ്ങളിലായിട്ടുള്ള 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ, ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി കൂടിയായിരുന്നു ആര്? ഡോക്ടർ അംബേദ്കർ. അപ്പൊ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. 1920 മൂക് നായക് എന്നും 1927 ബഹിഷ്കൃത ഭാരത് എന്നീ മറാത്തി ഭാഷയിൽ 2 പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. അപ്പൊ ഏതൊക്കെയാണ്? 1920 മൂക് നായക് എന്നും 1927 ബഹിഷ്കൃത ഭാരത് എന്നീ 2 മറാത്തി പ്രസിദ്ധീകരണങ്ങളുമുണ്ട് ഡോക്ടർ അംബേദ്കറിന്റെ പേരിൽ. 1932 സെപ്റ്റംബർ 24 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണത്. 1932 സെപ്റ്റംബർ 24 ഏർവാദ ജയിലിൽ വെച്ച് ഗാന്ധിജിക്കൊപ്പം പൂന ഉടമ്പടിയിൽ, പൂന പാക്റ്റിൽ ഒപ്പുവെച്ച വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. അപ്പൊ എവിടെ വെച്ചാണ് ഒപ്പുവെച്ചത്? ഏർവാദ ജയിലിൽ ഗാന്ധിജിക്കൊപ്പം പൂന പാക്റ്റിൽ ഒപ്പുവെച്ചു 1932 സെപ്റ്റംബർ 24. 1936 ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയും 1942 ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നീ 2 സംഘടനകൾ കൂടി ഡോക്ടർ അംബേദ്കർ സ്ഥാപിക്കുകയുണ്ടായി. അപ്പൊ 1936 ഒരു സംഘടന, 1942 ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നീ 2 സംഘടനകൾ. 36 സംഘടനയുടെ പേര് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്നാണ്. 42 സംഘടനയുടെ പേര് ഓൾ ഇന്ത്യ
ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, ഈ രണ്ട് സംഘടനകൾ സ്ഥാപിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ. അംബേദ്കർ. ഈ ആർട്ടിക്കിൾ 32 അദ്ദേഹത്തിന് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ച വ്യക്തി. അതോടൊപ്പം തന്നെ ഹെയർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നും ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ. അംബേദ്കർ. മറക്കരുത്, ഹെയർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നും ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ. അംബേദ്കർ എന്നുള്ള കാര്യവും നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. 1956 ഒക്ടോബർ 14 അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയാണ്. ഏകദേശം 5 ലക്ഷത്തോളം അനുയായികളുമായിട്ട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നു. 1956 ഒക്ടോബർ 14. അപ്പൊ ബുദ്ധമതം സ്വീകരിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും ഡോക്ടർ. അംബേദ്കർ എന്ന ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ കറപ്പിച്ചോളുക. 1956 ഒക്ടോബർ 14 അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നത്. തുടർന്ന് 1956 ഡിസംബർ 6 ഡൽഹിയിൽ വെച്ച് അദ്ദേഹം അന്തരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ചൈത്രഭൂമി എന്നാണ് ഡോക്ടർ. അംബേദ്കറിന്റെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത്. തുടർന്ന് 1990 മരണാനന്തര ബഹുമതിയായിട്ട് രാജ്യം ഭാരതരത്ന നൽകി ഡോക്ടർ. അംബേദ്കറിനെ ആദരിക്കുകയാണ്. 1990 അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിക്കുന്നത്. 1891 ജനനം, 1956 മരണം, 1990 അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർ അംബേദ്കറിന്റെ ചരിത്രം പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമ സംവിധാനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ജബ്ബാർ പട്ടേലാണ്. മറക്കരുത്. അതെന്തുകൊണ്ടാണ് അത് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്നുള്ള ആ സിനിമയുടെ സംവിധായകൻ ജബ്ബാർ പട്ടേലാണ്. എന്തുകൊണ്ടാണ് അത് ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിൽ ഡോക്ടർ. അംബേദ്കറിന്റെ വേഷം കൈകാര്യം ചെയ്തത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. അപ്പം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഡോക്ടർ. അംബേദ്കറിന്റെ ജീവചരിത്രം പ്രതിപാദിക്കുന്ന ആ സിനിമയിൽ അദ്ദേഹത്തിന്റെ ആ വേഷം കൈകാര്യം ചെയ്ത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മമ്മൂക്കയായിരുന്നു. ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. മറക്കരുത്, ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അതോടൊപ്പം തന്നെ ബാബാ സാഹിബ് അംബേദ്കർ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലണ്ടനിലാണ്. മറക്കരുത്, ബാബാ സാഹിബ് അംബേദ്കർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഹൗസ് മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ 14 അദ്ദേഹത്തിന്റെ ജന്മദിനം. ആ ജന്മദിനം നമ്മൾ ദേശീയ ജലദിനമായിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുകയാണ്. അപ്പൊ മറക്കരുത്, അദ്ദേഹത്തിന്റെ ജന്മദിനം ഏപ്രിൽ 14. ആ ഏപ്രിൽ 14 നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു? ജലദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ടെക്സ്റ്റുകളിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. ദ അൺടച്ചബിൾസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ്. അതോടൊപ്പം തന്നെ ദ ബുദ്ധ ആൻഡ് കാൾമാക്സ് എന്നുള്ള മറ്റൊരു ടെക്സ്റ്റ്, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ എന്നുള്ളത് മറ്റൊരു ടെക്സ്റ്റ്, ഹൂ വെയർ ശൂദ്രാസ് എന്നത് മറ്റൊരു ടെക്സ്റ്റ്. അപ്പൊ മറക്കരുത്, ദ അൺടച്ചബിൾസ്, ദ ബുദ്ധ ആൻഡ് ദ കാൾമാക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ഹൂ വെയർ ശൂദ്രാസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൂ വെയർ ശൂദ്രാസ് എന്നത് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അംബേദ്കറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണിത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വചനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ആ വചനങ്ങൾ കൂടി നമ്മൾ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്നലെ വരെയും ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം തന്നെയാണ് പഴി പറയേണ്ടത് എന്നുള്ളത് അംബേദ്കറിന്റെ വാക്കുകളാണ്. ഞാനൊരു ഹിന്ദുവായി ജനിച്ചു, പക്ഷേ ഹിന്ദുവായി അല്ല മരിക്കുന്നത് എന്ന് പ്രസ്താവിച്ച വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ. അംബേദ്കർ. മറക്കരുത്, ഞാനൊരു ഹിന്ദുവായി ജനിച്ചു, പക്ഷേ ഞാൻ ഹിന്ദുവായി അല്ല മരിക്കുന്നത് എന്ന് പ്രസ്താവിച്ചതും ഡോക്ടർ. അംബേദ്കർ ആണ്. കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ എന്നുള്ളതാണ് അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ മഹത്വചനം. അപ്പം മറക്കരുത്, കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ. അപ്പോൾ ഡോക്ടർ. അംബേദ്കറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തത്. ക്ലാസ്സുകളും വിജ്ഞാനങ്ങളും വിവരങ്ങളും വാർത്തകളും വിദ്യാഭ്യാസപരമായ സംഭവ വികാസങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. വാർത്തകളും വിശേഷങ്ങളും വിജ്ഞാനങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര വിവരങ്ങൾ അടങ്ങിയ വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും ബൈ.